മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബി.ജെ.പി. ബന്ധത്തിൽ തട്ടി വലിയ പൊട്ടിത്തെറിയിൽ നിൽക്കുന്ന സമയത്ത് ഇടതുമുന്നണിയിൽ വെവ്വേറെ യോഗങ്ങൾ നടക്കുകയാണ്. ഇന്ന് 10 മണി മുതൽ CPI-യുടെയും CPM-ന്റെയും വളരെ നിർണായകമായ യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണിയിൽ നിന്നും മാറി നിൽക്കുന്നതടക്കമുള്ള ഏത് തീരുമാനത്തിനും CPI-ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. അത് MA ബേബിയോട് കൂടി ആലോചിച്ചിട്ടാണ് CPI-ക്കുള്ള ഒരു സ്വാതന്ത്ര്യം അവരുടെ നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. അതായത് PM ശ്രീയിൽ നിർണായകമായ തീരുമാനത്തിലേക്ക് CPI എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് വരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാസങ്ങളോളം മാറി നിൽക്കേണ്ടി വരുമെന്നാണ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നത്. മുന്നിൽ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുകയാണ്. അതിനിടയിൽ മന്ത്രിമാരായ K. രാജൻ, P. പ്രസാദ്, GR അനിൽ, J. ചിഞ്ചുറാണി എന്നിവരുമായി CPI-യുടെ നേതൃത്വം സംസാരിച്ചു കഴിഞ്ഞു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ CPM പിന്നോട്ട് പോകുമെന്ന് CPI വിലയിരുത്തുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. എക്സിക്യൂട്ടീവിൽ കൂടി ഇത് ചർച്ച ചെയ്തതിന് ശേഷമാകും അന്തിമ തീരുമാനം ഏതാനും നിമിഷത്തിനകം പ്രഖ്യാപിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ഉം CPI-യും ഒരേ സമയത്ത് യോഗം ചേരുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഏത് തരത്തിലായിരിക്കും 2 പാർട്ടികളും ഒരു മുന്നണിക്കകത്ത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറുകയല്ലാതെ ഒരൊത്തുതീർപ്പിനും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചാണ് ഇന്ന് ആലപ്പുഴയിൽ CPI-യുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ യോഗം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നടക്കുന്നത്. മുന്നണിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പദ്ധതിയിൽ ഒപ്പിട്ടതിന് മറുപടിയായി CPI-യുടെ മന്ത്രിമാർ കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജിസന്നദ്ധ തന്നെ അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട സർക്കാരിന് കീഴിൽ മന്ത്രിമാരായി ഇരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു CPI നേതൃത്വത്തെ. എന്നാൽ അതിൻ്റെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. അങ്ങനെ CPI ബന്ധം പൂർണ്ണമായും തകരുകയും മന്ത്രിസഭാ യോഗത്തിൽ വരെ CPI-യുടെ മന്ത്രിമാർ പോകാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണ സംവിധാനം മാറിയിരിക്കുന്നു. ഗൾഫ് പര്യടനത്തിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മടങ്ങിയെത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നൊരു സംശയം അദ്ദേഹത്തിനും വന്നിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ നെട്ടോട്ടമോടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ CPI ആണെങ്കിൽ ഒന്നിനും അയഞ്ഞിട്ടില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയപരമായി ഏറ്റവും ശരിയായൊരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുള്ള ആംബിയർ ആ പാർട്ടിക്കുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. ഇനി ആര് എത്ര സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ആശയപരമായും രാഷ്ട്രീയപരമായുമുള്ള തീരുമാനമെടുക്കും എന്നും, പക്ഷേ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകുമെന്നുള്ളൊരു വാക്കുകൂടി ബിനോയ് വിശ്വം ഉപയോഗിച്ചിരിക്കുന്നു. ഏതായാലും CPM എന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ആട്ടും തുപ്പുമേറ്റ് കഴിയാനും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണോ CPI ഉള്ളത്? അത് മാറി എന്നുള്ള കാര്യം കൂടി സത്യമാണോ എന്നുള്ളതും, അല്ല ആള് കുറവാണെങ്കിലും നട്ടെല്ല് പണയം വെച്ചിട്ടുള്ള ഒരു പണിക്കും നിൽക്കില്ല എന്നുള്ള കാര്യം ശരിയാണോ എന്നുള്ളതും ഇന്നറിയാം.